ഫിനാൻസ് കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളുമായി വേണ്ടത്ര ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയായ ഫിനാൻസ് കമ്മീഷൻ ഓരോ പ്രാവശ്യവും അവരുടെ ഈ സെൻട്രൽ പൂളിൽ നിന്നുള്ള വിഹിതം, സംസ്ഥാനങ്ങൾക്ക് എങ്ങനെയാണ് വിഹിതം കൊടുക്കേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി തീരുമാനിക്കുന്നത്. ആ നോംസിൽ ഓരോ ഫിനാൻസ് കമ്മീഷനും നോംസിൽ മാറ്റം വരുത്താറുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ആലോചിച്ച് ആ മാറ്റങ്ങളുമായിട്ട് യോജിക്കുന്നുവോ എന്ന് സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്ത് സംസ്ഥാനങ്ങളുടെയും കൂടി താല്പര്യം പരിഗണിച്ച് അവരെയും കൂടി അവരെയും കൂടി ബോധ്യത്തിലെടുത്ത് അവരുടെ കൂടി സഹകരണത്തോടു കൂടി മാത്രമേ ഫിനാൻസ് കമ്മീഷന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ 14-ാം ധനകാര്യ കമ്മീഷനും 13-ാം ധനകാര്യ കമ്മീഷനും ഒക്കെ തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. 13-ാം ധനകാര്യ കമ്മീഷൻ ഡിവിസിബിൾ പൂളായിട്ട് നിശ്ചയിച്ചിരുന്നത്, അതായത് ഡിവിസിബിൾ പൂൾ, സെൻട്രൽ ടാക്സ് പൂൾ എന്നാണ് പറയുന്നത്. സെൻട്രൽ ടാക്സ് പൂൾ എന്ന് പറയുമ്പോൾ അതിനകത്തേക്ക് സെൻട്രൽ ഗവൺമെൻറ് പിരിച്ചെടുക്കുന്ന സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, അതുപോലെ തന്നെ ഇൻകം ടാക്സ്, അതായത് ആദായ നികുതി, കോർപ്പറേറ്റ് ആദായ നികുതി, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സ്, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ പേഴ്സണൽ ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ഇൻകം ടാക്സ്, അതുപോലെ തന്നെ സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, ഇതെല്ലാം ചേരുന്ന വലിയ ഒരു തുകയാണ് ഈ സെൻട്രൽ ടാക്സ് പൂൾ എന്ന് പറയുന്നത്. ആ സെൻട്രൽ പൂൾ സത്യത്തിൽ ഈ സെൻട്രൽ പൂൾ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് പ്രത്യേക ഒരു പരിവൃത്തിയില്ല. എല്ലാ സംസ്ഥാനങ്ങളുടെയും കൂടെ പരിവൃത്തിക്കകത്തു നിന്നാണ് ഈ പറയപ്പെട്ട എല്ലാ നികുതികളും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയിൽ പിരിച്ചെടുക്കുന്നത്. അവ ഒക്കെ പിരിച്ചെടുക്കാനുള്ള അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ്റിന് മാത്രമാണ് താനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെയാണ് സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടേണ്ടത്? അതിനാണ് ഫിനാൻസ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ 5 വർഷമാണ് ഒരു ഫിനാൻസ് കമ്മീഷൻ്റെ കാലാവധി. അപ്പോൾ ഈ 13-ാം ധനകാര്യ കമ്മീഷൻ ഈ ഡിവിസിബിൾ പൂളിൻ്റെ 32% ആണ് സംസ്ഥാനങ്ങൾക്ക് പങ്കിടാനായിട്ട് തീരുമാനിച്ചിരുന്നത്, നടപ്പിലാക്കിയതും. അതിനുശേഷം ഈ 14-ാം ധനകാര്യ കമ്മീഷൻ YV റെഡ്ഡി ആയിരുന്നു 14-ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പോൾ ഈ YV റെഡ്ഡി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഫെഡറൽ പ്രിൻസിപ്പിൾസൊക്കെ വളരെ നന്നായി അറിയുന്നയാളും, അതുപോലെ ഫോർമർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രഗത്ഭനായ ഒരു ഗവർണറായിരുന്നു അദ്ദേഹവും ഒരു പക്ഷേ രഘുറാം രാജനെ പോലെ ഒക്കെ വളരെ മിടുക്കനായ ഒരു റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനം, അദ്ദേഹത്തിന് ഈ പറയപ്പെട്ട ഫെഡറൽ പ്രിൻസിപ്പിൾസിലുള്ള ജ്ഞാനം മാത്രമല്ല, സംസ്ഥാനങ്ങളെ അതെങ്ങനെ കണ്ട് ബാധിക്കും, ഇത്തരം കാര്യങ്ങളിലൊക്കെ വളരെ നന്നായിട്ട് അറിയാമായിരുന്നു. അപ്പം സംസ്ഥാനങ്ങൾക്ക് ധനപ്രതിസന്ധി ഉണ്ടാകാതിരിക്കാൻ 1990-91 കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ധനപ്രതിസന്ധി ഉണ്ടാവുകയും, അതായത് കടക്കണിയിലേക്ക് പോകാൻ തുടങ്ങിയ സാഹചര്യത്തിലൊക്കെ അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് വഴിവെച്ച സാഹചര്യങ്ങളൊക്കെ നന്നായി അറിയുന്ന ആളായിരുന്നു ഈ ബഹുമാനപ്പെട്ട YV റെഡ്ഡി. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ ധനപ്രതിസന്ധി എങ്ങനെ വെട്ടിക്കുറയ്ക്കാം, എങ്ങനെ കുറച്ചു കൊണ്ടുവരാം എന്ന് വളരെ നന്നായി അറിയാവുന്ന ആളായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം 14-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനാകുന്നത്. ചെയർമാനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വലിയ ഒരു മാറ്റം വരുത്തി ഫിനാൻസ് കമ്മീഷൻ്റെ ഡെവല്യൂഷൻ പ്രിൻസിപ്പിൾസിൽ. അതായത് അതുവരെ 32% ഏറ്റവും കൂടുതൽ, അതായത് ഡിവിസിബിൾ പൂളിൻ്റെ 32%, അതിനു മുമ്പ് 31%, അതുപോലെ തന്നെ 29%, ഈ തരത്തിൽ അതിനേക്കാൾ താഴേക്കായിരുന്നു ഈ ഡിവിസിബിൾ പൂളിലെ മൊത്തം തുക എത്രയാണ് എന്ന് നിശ്ചയിക്കുന്നത്. അത് ആ 32%-ൽ നിന്നാണ് ഒറ്റയടിക്ക് 42%-ലേക്ക് അദ്ദേഹം ഈ ഡിവിസിബിൾ പൂളിലെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വർദ്ധിപ്പിച്ചു. അപ്പം ഒറ്റയടിക്ക് 32% ഡിവിസിബിൾ പൂളിൻ്റെ സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കേണ്ട ഭാഗം 32%-ൽ നിന്ന് 42%-ലേക്ക് ഒറ്റയടിക്ക് ഉയർത്തിയതോടുകൂടി
സംസ്ഥാനങ്ങൾക്ക് അത് വളരെ ആകർഷകമായി തോന്നി. കാരണം അവർക്ക് അവരുടെ പിന്നെ കേന്ദ്രത്തിൽ നിന്നുള്ള ഷെയറിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും. ഈ കേന്ദ്രത്തിൽ നിന്നുള്ള ഷെയറിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും എന്ന് പറയുമ്പോൾ അതൊരു കേന്ദ്രത്തിൻ്റെ കരുണയായിട്ടോ ഒന്നും കരുതേണ്ട കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്രത്തിന് മാത്രമായിട്ട് ഒരു പരിവൃത്തിയില്ല. സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടി ചേർന്ന് ആണ് ഈ എല്ലാ വരുമാനവും കേന്ദ്രത്തിനും ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ നിന്ന് സംസ്ഥാനങ്ങളാണ് ധാരാളം ചെലവുകൾ വഹിക്കേണ്ടത്. ഇവിടെ കേരളത്തിൻ്റെ ഇന്ത്യയുടെ ആ ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ രീതി അനുസരിച്ച് 58% ചെലവുകൾ വഹിക്കേണ്ടത് ഒരു സംസ്ഥാനമാണ്. അതേ സമയത്ത് 38% വരുമാനമാണ് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിൻ്റെ പുറകിൽ വേറെ കാരണങ്ങളുണ്ട്. എങ്കിൽ പോലും ഈ വ്യത്യാസം നിലനിൽക്കെ ഇങ്ങനെയൊരു വർധനവ് ഡിവിസിബിൾ പൂളിൽ വരുത്തിയത് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് വലിയ ആവേശകരമായ ഒരു മാറ്റമായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി, അതായത് അത് നടപ്പിലാക്കേണ്ട, ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാലം എന്ന് പറയുന്നത് 2015-16 മുതൽ 2020-21 വരെ, അതായത് ഈ 14ാം ധനകാര്യ കമ്മീഷൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കാലഘട്ടം എന്ന് പറയുന്നത്, അതായത് രണ്ടാം UPA ഗവൺമെൻറ്റാണ് ഈ കമ്മിറ്റി അപ്പോയിൻ്റ് ചെയ്തത്. പക്ഷേ അതിൻ്റെ പ്രവർത്തന കാലഘട്ടം 2015-16 മുതൽ 2021 വരെയാണ്. അപ്പം എന്ന് വെച്ചാൽ നരേന്ദ്രമോദി 2014 ഭരണത്തിൽ വരുന്നു. അതിനുശേഷം 15-16 മുതലേ ഈ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ചാണ് ഡിവിസിബിൾ പൂളിലെ ഷെയറിംഗ് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ 2014 അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം ഇതിന് ഒരു മാറ്റം വരുത്തണം. അതായത് ഫെബ്രുവരി 24, 2015 ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് അതായത് നരേന്ദ്രമോദി ഗവൺമെൻറ്, BJP ഗവൺമെൻറ് ഭരണത്തിൽ വന്നതിന് ശേഷമാണ് ഈ 14ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് 2015 ഫെബ്രുവരി 24 ഈ 14ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട്, അതായത് 32% നിന്ന് ഒറ്റയടിക്ക് 42% ഡിവിസിബിൾ പൂളിലെ സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം വർദ്ധിപ്പിച്ച ആ നിയമം പാർലമെൻറ്റിൽ വയ്ക്കുന്നത് ഫെബ്രുവരി 24, 2015 അന്ന് ഭരണത്തിലുള്ളത് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്. അപ്പം ഈ റിപ്പോർട്ട് വച്ച് പാർലമെൻറ്റ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ മാറ്റം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് പാർലമെൻറ്റിൽ വയ്ക്കുന്നതിന് മുൻപ് തന്നെ മോദി സമ്മർദ്ദം ചെലുത്തിയതായിട്ട് അന്ന് നീതി ആയോഗിൻ്റെ CEO ആയിരുന്ന അനന്ത് സുബ്രഹ്മണ്യൻ ഉൾപ്പെടെ പലരും, അതായത് YV റെഡ്ഡിയെ നരേന്ദ്രമോദി വിളിച്ചു. ഒരു പക്ഷേ അന്ന് ധനമന്ത്രിയായിരുന്ന അരുൺ ജെയ്റ്റ്ലി, പരേതനായ അരുൺ ജെയ്റ്റ്ലിയും അദ്ദേഹത്തോടൊപ്പം പ്രധാനമന്ത്രിയും പങ്കിട്ടെടുത്തിരിക്കാം. ആ ചർച്ചയിൽ പങ്കിട്ടു എന്നാണ് പുറത്തു വരുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ ഒരു കാര്യം ഓർക്കണം, അന്നത്തെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ ആയിരുന്ന പനഗാരിയ അധികം താമസിയാതെ ഡീമോണിറ്റൈസേഷനെ തുടർന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഇന്ത്യയിൽ കാര്യങ്ങൾ അത്ര ഭംഗിയല്ല. അതായത് ട്രാൻസ്പെറൻ്റ് ആയല്ല ഗവൺമെൻറ് പല കാര്യങ്ങളും ചെയ്യുന്നത്, അല്ലെങ്കിൽ വളർച്ച ലക്ഷ്യമിട്ടല്ല, രാഷ്ട്രീയ ലാക്കുകളോടെയാണ് പല കാര്യങ്ങളും ഇവിടെ ഇന്ത്യയിൽ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നീതി ആയോഗിൻ്റെ ആദ്യത്തെ വൈസ് ചെയർമാനായിരുന്ന പനഗാരിയ തന്നെ ഇന്ത്യ വിട്ട് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ ലാവണത്തിലേക്ക് തിരിച്ചു പോയത്. അതിനുശേഷം ഏറെ താമസിയാതെ ഡീമോണിറ്റൈസേഷനൊക്കെ കഴിഞ്ഞ് ഏറെ താമസിയാതെ ഈ അനന്ത സുബ്രഹ്മണ്യൻ, അന്ന് നീതി ആയോഗിൻ്റെ CEO ആയിരുന്ന അനന്ത സുബ്രഹ്മണ്യനും അതുപോലെ തിരിച്ചുപോയി എന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പം അനന്ത സുബ്രഹ്മണ്യനോടും പിന്നെ CEO ആയ അനന്ത സുബ്രഹ്മണ്യനും അതുപോലെ നീതി ആയോഗിലുള്ളവരാരും തന്നെ ഇങ്ങനെ ഒരു ഫിനാൻസ് കമ്മീഷൻ്റെ തീരുമാനത്തെ, ഈ 42% സംസ്ഥാനങ്ങൾക്ക് കൈമാറണം എന്ന തീരുമാനത്തെ ഏതെങ്കിലും തരത്തിൽ ഡൈല്യൂട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പം അതിലൊരു കാര്യമുണ്ട്, ഈ ഫെഡറൽ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുമ്പോൾ, ഡെവല്യൂഷൻ പ്രിൻസിപ്പിൾസ് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ഗ്യാപ്പ് കുറഞ്ഞത്, അതായത് 45%
ചെലവുകൾ അമേരിക്കയിൽ ഞാൻ ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 59% ചെലവുകൾ സംസ്ഥാനങ്ങൾക്കാണ്, 39% വരുമാനമേ സംസ്ഥാനങ്ങൾക്കുള്ളൂ ഇന്ത്യയിൽ. മറിച്ച് അമേരിക്കയിലാണെങ്കിൽ 45% ചെലവുകൾ സംസ്ഥാനങ്ങൾക്കാണെങ്കിൽ 44% വരുമാനവും സംസ്ഥാനങ്ങൾക്കാണ്. അതായത് അവിടെ ഡെവല്യൂഷനിൽ വളരെ നേരിയ വ്യത്യാസമേ കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ളൂ എന്നർത്ഥം. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഫിസ്ക്കൽ രീതികളൊക്കെ പഠിച്ച് വന്ന ഈ പറയപ്പെട്ട അനന്ത സുബ്രഹ്മണ്യനോ അല്ലെങ്കിൽ പിന്നെ പനകാരിയാക്കോ ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങൾ അത്ര കണ്ട് ട്രാൻസ്പെറൻ്റ് ആണെന്ന് ഒരിക്കലും തോന്നിയിട്ടുണ്ടാവില്ല. അതായിരിക്കണം അവർ രണ്ടുപേരും തിരിച്ചുപോയി എന്നുള്ളതും കൂടി നമ്മൾ ഇത്തരുണത്തിൽ, അതായത് ടേം തീരുന്നതിന് മുൻപ് BJP ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് അവരെ രണ്ടുപേരെയും. ടേം തീരുന്നതിന് മുൻപ് അവർ തിരിച്ചുപോയി. ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഒരു പക്ഷേ പനകാരിയ 16th ഫിനാൻസ് കമ്മീഷൻ ചെയർമാനായിട്ട് വരുന്നെങ്കിൽ വരട്ടെ, നമുക്ക് സന്തോഷം തന്നെ. കാരണം അദ്ദേഹം ആ അമേരിക്കൻ സിസ്റ്റത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് അതിൻ്റേതായ മാറ്റങ്ങൾ ഒരു പക്ഷേ ഇന്ത്യയിലും കൊണ്ടുവരാൻ കഴിഞ്ഞേക്കും. ഞാൻ പറഞ്ഞല്ലോ, ഫെഡറൽ റിസോഴ്സ് ഡിവിഷനിൽ അമേരിക്കയാണ് ഏറ്റവും ഉചിതമായ തരത്തിൽ റിസോഴ്സ് ഡിവിഷൻ നടത്തുന്ന ഫെഡറൽ രാജ്യം. അതുകൊണ്ട് തന്നെ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ ഇവിടെ വന്ന് ഒരു പൊസിഷൻ എടുക്കുമ്പോൾ നല്ല തീരുമാനങ്ങൾ എടുക്കാനാണ് സാധ്യതയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ നരേന്ദ്രമോദി ശരിക്കും 42% വെട്ടിക്കുറച്ച്, അതായത് 32-ൽ നിന്ന് ഒറ്റച്ചാട്ടത്തിന് 42 ആയത് വെട്ടിക്കുറയ്ക്കണമെന്ന് അദ്ദേഹം വളരെ ശക്തിപൂർവ്വം സമ്മർദ്ദം ചെലുത്തി. അദ്ദേഹത്തോടൊപ്പം ദിവംഗതനായ അരുൺ ജെയ്റ്റ്ലിയും അന്നത്തെ ധനമന്ത്രി. പക്ഷേ ഈ പറയപ്പെട്ടവരാരും അങ്ങനെ ഈൽഡ് ചെയ്യുന്നവരായിരുന്നില്ല. അതായത് YV റെഡ്ഡി വളരെ സ്വതന്ത്ര വ്യക്തിത്വമുള്ള ഒരു റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിനുശേഷം രചിച്ച ഗ്രന്ഥങ്ങളും ആ തരത്തിൽ ആദരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളാണ്. ഇന്ത്യൻ ഇക്കോണമിയെപ്പറ്റി അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പോലെ എഴുതിയതാണ്, പക്ഷേ ഇന്ത്യയുടെ ആത്മകഥയായിട്ടാണ് ആ പുസ്തകം ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള YV റെഡ്ഡിയുമൊക്കെ നല്ല രീതിയിൽ തന്നെ ചെറുത്തു നിന്നതുകൊണ്ട് ഈ 42% തന്നെ നടപ്പിലാക്കേണ്ടി വന്നു. അങ്ങനെ 42% തന്നെ നടപ്പിലാക്കേണ്ടി വന്നപ്പോൾ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നവർ ഒക്കെ സൂത്രശാലികളാണെന്നുള്ളതിൻ്റെ തെളിവാണ് സെസ് ആൻഡ് സർചാർജസ്. ഇത് രണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 271 വകുപ്പ് അനുസരിച്ചാണ് ഒരു കേന്ദ്ര ഗവൺമെൻറ് സെസ് അതുപോലെ തന്നെ സർചാർജ്. സെസ് എന്ന് പറയുന്നത് ഒരു ടാക്സ് ഓൺ ടാക്സ് ആണ്, ഒരു ടാക്സിന് മേൽ ചുമത്തുന്ന ടാക്സ്. സർചാർജ് എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ്. പക്ഷേ സെസ്സിന് ഒരു പ്രത്യേകതയുണ്ട്. സെസ് ഈടാക്കുന്നത് അതുവഴി കിട്ടുന്ന റവന്യൂ ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയായിരിക്കണം എന്നുണ്ട്. അത് മാത്രവുമല്ല, അതായത് ഈ സെസ് വഴി പിരിച്ചെടുക്കുന്ന എമൗണ്ട് സംസ്ഥാനങ്ങൾക്ക് നേരിട്ട് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതുവഴി അത് ഏത് പദ്ധതിക്ക് വേണ്ടിയാണോ പിരിക്കുന്നത് ആ പദ്ധതി സംസ്ഥാനങ്ങൾക്ക് കൂടി പ്രയോജനം ചെയ്യുന്നതായിരിക്കണം എന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. തൊഴിലുറപ്പ് പദ്ധതി, അതായത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. അതിനനുസരിച്ച് എങ്ങനെയാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അതിൻ്റെ വിഹിതം പങ്കിടുന്നത്? 90 രൂപ കേന്ദ്രം ചെലവഴിക്കുമ്പോൾ 10 രൂപ സംസ്ഥാനം ചെലവഴിച്ചാൽ മതി. അപ്പം സെസ് ഏർപ്പെടുത്തി നേടുന്ന പണം, സംഭരിക്കുന്ന പണം, സമാഹരിക്കുന്ന പണം, അതിൽ നിന്ന് ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികൾക്ക്, അതല്ലെങ്കിൽ സ്വച്ഛ് ഭാരത് മിഷൻ. എന്താണ് ഈ സ്വച്ഛ് ഭാരത് മിഷൻ? അതായത് 2017 അടുത്ത ഈ ഭരണം കഴിയുന്നതിന് മുൻപായിട്ട് മുഴുവനും ക്ലീൻ ഇന്ത്യ ആക്കി മാറ്റും. അതുപോലെ തന്നെ ഓപ്പൺ ഡെഫിക്കേഷൻ, അതായത് മലമൂത്ര വിസർജനം പുറത്തില്ലാത്ത ഇന്ത്യയാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന പ്രോഗ്രാമാണ് സ്വച്ഛ് ഭാരത്. അതായത് എല്ലാവർക്കും ടോയ്ലറ്റ് സൗകര്യങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഇതാണ് സ്വച്ഛ് ഭാരത് മിഷൻ. നമുക്കറിയാം അതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് കളികൾ നടന്നിട്ടുണ്ട് ഇന്ത്യയിൽ. അതായത് 2018 2019 ഇലക്ഷന് മുൻപ് തന്നെ നരേന്ദ്രമോദി ഇന്ത്യ ഒരു ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ രാജ്യമാണ്, അതായത് പുറത്ത് മലമൂത്ര വിസർജനം നടത്താത്ത രാജ്യമാണ് എന്ന് അദ്ദേഹം ഓപ്പണായിട്ട് ഡിക്ലെയർ ചെയ്തു. പക്ഷേ എന്ത് സംഭവിച്ചു? നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ റിപ്പോർട്ട് വന്നപ്പോൾ 38% ഇന്ത്യക്കാർ അപ്പോഴും മലമൂത്ര വിസർജനം നടത്തുന്നത്
വെളിയിലാണ്, അതായത് അവർക്ക് ശുചിമുറികൾ ഇല്ല എന്നുള്ളത് പുറത്തു വന്നു. എന്നിട്ട് എന്താ പറ്റിയത്? നരേന്ദ്രമോദി എപ്പോഴും മുഖം മിനുക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ കർമ്മ പദ്ധതിക്കും ആ മുഖം മിനുക്കൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഈ പറയപ്പെട്ട നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ റിപ്പോർട്ട് തയ്യാറാക്കി പുറപ്പെടുവിച്ച ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറെ തന്നെ ഡിസ്മിസ് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ UN ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വലിയ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലപ്പത്ത് ഇരിക്കുകയാണെന്നും കൂടി ഓർക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, നരേന്ദ്രമോദി പറഞ്ഞതിനെ അനുകൂലിക്കുന്ന ഡേറ്റ അല്ല അദ്ദേഹം സൃഷ്ടിച്ചത്. അവരുടെ ഇൻ്റർനാഷണലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഒരു റിസർച്ച് ടീമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷേ ഗവൺമെൻറ് ആവശ്യപ്പെടുന്ന തരത്തിൽ ഡേറ്റ പ്രൊവൈഡ് ചെയ്തില്ല. അല്ലെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ആണ്, മലമൂത്ര വിസർജനം വെളിയിലില്ല എന്ന് തീർത്ത് പ്രഖ്യാപിച്ചതിന് ശേഷവും 38% പേര് മലമൂത്ര വിസർജനം വെളിയിൽ നടത്തുന്നു എന്ന റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നു. അതാണ് അദ്ദേഹത്തെ രോഷാകുലനാക്കിയത്. അപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി ഡേറ്റ കുക്ക് ചെയ്യണം, ആരും ഡേറ്റ സൃഷ്ടിക്കണം, ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന തരത്തിൽ, ഗവൺമെൻറ്റിനെ പൊക്കി കാണിക്കുന്ന തരത്തിൽ വേണം എന്നുള്ളതാണ് ഇവരുടെയൊക്കെ എല്ലാ ഗവൺമെൻറ്റുകളുടെയും താല്പര്യം. അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഡെമോക്രസി അത്ര കണ്ട് ജീർണിച്ചു തുടങ്ങി, അന്തസത്ത നഷ്ടപ്പെട്ടു തുടങ്ങി എന്നർത്ഥം. അംബേദ്കറോ അല്ലെങ്കിൽ ജോർജ് വാഷിങ്ടനോ അല്ലെങ്കിൽ എബ്രഹാം ലിങ്കണോ ഒക്കെ ഇത്തരം ഡെമോക്രസിയെപ്പറ്റി കേട്ടാൽ അറിഞ്ഞാൽ വലിയ ദുഃഖത്തോടുകൂടി അവർ തല താഴ്ത്തും. കഷ്ടമേ, അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കയേ നീ എന്ന്. അതാരാണ് കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ പാടുന്നതാണ്. അത്ര ശോഭിച്ചിരുന്ന വീണപൂവിൽ അത്ര ശോഭിച്ചിരുന്നത് വീണ് കിടക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളൊക്കെ പടുത്തുയർത്തിയ ഡെമോക്രസി ഇത്ര തരം താണ് ധരണിയിൽ വീണ് കിടക്കുന്നല്ലോ എന്നായിരിക്കും അംബേദ്കറും ജോർജ് വാഷിങ്ടനും എബ്രഹാം ലിങ്കണും മഹാത്മാഗാന്ധി ഇവരെക്കാളൊക്കെ ഏറ്റവും ദുഃഖം തോന്നുന്നത് മഹാത്മാഗാന്ധിക്കായിരിക്കും, നെഹ്റുവിനും ഒക്കെ തോന്നാൻ സാധ്യതയുള്ള രീതിയിൽ ജീർണിച്ചിരിക്കുകയാണ് നമ്മുടെ ഡെമോക്രസി. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ അങ്ങനെ സെസ്സിനെ പറ്റി വന്നിരിക്കുന്ന കണക്കുകൾ നോക്കണം. 133% സെസ്സിൽ വർധനമുണ്ടായെന്നാണ് പറയുന്നത്. അതായത് മോദി ഗവൺമെൻറ് വന്ന 2017-18 മുതൽ 22-23 വരെയുള്ള കാലഘട്ടത്തിലാണ് 133% വർധനവാണ് സെസ്, സർചാർജ് എന്നീ ഇനങ്ങളിൽ ഉള്ളതെന്ന്. സെസ് ആണെങ്കിൽ പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടി ടാക്സിൻ്റെ മുകളിൽ ടാക്സ് ചൊലുത്തുന്നതാണ്. അത് തന്നെയാണ് സർചാർജ്. പക്ഷേ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സർചാർജ് ഗവൺമെൻറ്റിന് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം, ഇന്ന കാര്യത്തിന് മാത്രമായിരിക്കണം എന്ന്, അതായത് സ്വച്ഛ് ഭാരത് മിഷന് വേണ്ടിയായിരിക്കണം അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയായിരിക്കണം, അങ്ങനെ ഒരു നിഷ്കർഷയില്ല സർചാർജിൻ്റെ കാര്യത്തിൽ. അത് ഗവൺമെൻറ്. അപ്പം എന്താണ് ഈ സെസ്, സർചാർജ് എന്നിവയിൽ ഈ 133% വർധനവുണ്ടാകാനുള്ള കാരണം? അതാണ് നമ്മൾ ചികഞ്ഞ് ആലോചിക്കേണ്ടത്. അതായത് ഈ ടാക്സ് പൂൾ 42% നിന്ന് ഒരു 35% ആയി വെട്ടിക്കുറയ്ക്കണം എന്ന് നരേന്ദ്രമോദിയും അരുൺ ജെയ്റ്റ്ലിയും ആഗ്രഹിച്ചിട്ട് അത് നടന്നില്ല. അതിന് ഈ 14ാം ധനകാര്യ കമ്മീഷൻ്റെ തലപ്പത്തിരുന്നവരോ നീതി ആയോഗിൻ്റെ തലപ്പത്തിരുന്നവരോ സമ്മതിച്ചില്ല. അങ്ങനെ സമ്മതിക്കാതെ വന്നതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു, അല്ലെങ്കിൽ മന്ത്രാലയം എന്തു ചെയ്തു? ഇഷ്ടം പോലെ സെസ്, സർചാർജ് ഇവ ചാർത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഇത്രയധികം 133% സർചാർജ് വർധനവുണ്ടാകാനുണ്ടായ കാരണം. അതായത് കൃത്യമായിട്ട് 2017-18 സെസ്സും സർചാർജും വഴി പിരിച്ചെടുത്ത തുക, ആകെ തുക 2,18,553 കോടി, അതായത് 2,18,553 കോടി രൂപയായിരുന്നു. അത് 2022-23 ആയപ്പോഴേക്കും 5,10,549 കോടിയായി. അതാണ് 133% വർധനവെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. 2 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിലധികമായിട്ട് സെസ്, സർചാർജ് ഇവ വഴി പിരിച്ചെടുക്കേണ്ട തുകയിൽ മാറ്റം വന്നു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ്? ഇത് സംസ്ഥാനങ്ങളുടെ ധന സിറ്റുവേഷനെ എങ്ങനെ ബാധിക്കും
ഇതാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് എപ്പോഴും പറയണത്. അതായത് 15ാം ധനകാര്യ കമ്മീഷൻ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ ഈ പറയപ്പെട്ട BJP ഗവൺമെൻറ് വന്നതിന് ശേഷം എടുത്ത തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ മൂലം സംസ്ഥാനം, പ്രത്യേകിച്ച് കേരളം വലിയ ധനപ്രതിസന്ധിയിലാണ് എന്ന് എപ്പോഴും പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ്. ഒരു കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്. അപ്പം ഇതുവഴി, അതായത് വിമർശകർ പറയുന്നത് ഈ സെസ്സും സർചാർജും വഴി സെസ്സിൻ്റെയും സർചാർജിൻ്റെയും പ്രത്യേകത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇങ്ങനെ സമാഹരിക്കുന്ന പണം സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടേണ്ടതില്ല. കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് തന്നെ അത് സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടേണ്ടതില്ല ആ ഫണ്ട്. പക്ഷേ ആ ഫണ്ട് ഉപയോഗിച്ച് അതിലെ സെസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം, സെസ് ഉപയോഗിച്ച് നടത്തുന്ന പദ്ധതികൾ സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടുന്ന പദ്ധതികളായിരിക്കണം എന്നേ ഉള്ളൂ. അതിനാണ് ഞാൻ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി, സ്വച്ഛ് ഭാരത് മിഷൻ പോലെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അതായത് UPA ഗവൺമെൻറ് കാലത്ത് തന്നെ തുടങ്ങിയ NRHM ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. NRHMനാണെങ്കിൽ 60:40 ആണ്. അതായത് 60% കേന്ദ്രം ചെലവഴിക്കുമ്പോൾ 40% സംസ്ഥാനം ചെലവഴിക്കണം. അതാണ് അതിൻ്റെ പ്രപ്പോർഷൻ. അപ്പോൾ അതുപോലെ വിവിധ പ്രപ്പോർഷനുകളിലാണ് ഈ എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ചെലവഴിക്കുന്നത്. നമ്മൾ കണ്ടു ഈ പ്രാവശ്യം ഇപ്പോൾ കേരളത്തിന് ഫണ്ട് അനുവദിക്കുന്നില്ല. എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല? അതായത് കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പേര് ഒരുപോലെ, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ പേരിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുഖം മിനുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും, ബ്രാൻഡിങ്, അതാണ് അവർ പറയുന്നത്, ബ്രാൻഡിങ്. അതായത് നിങ്ങൾ നിങ്ങളുടെ ബ്രാൻഡിങ് നടത്തുന്നെങ്കിൽ നടത്തിക്കോ, പക്ഷേ ഞങ്ങളുടെ ബ്രാൻഡിങ് ഒട്ടും കുറയാൻ പാടില്ല. അതാണ് കേന്ദ്രത്തിൻ്റെ. അപ്പം നമ്മളെപ്പോഴും ഓർക്കണം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് പുഷ്പമേ അധിക തുങ്കപദത്തിൽ നിന്ന് ഞാൻ പാടിയത് അതുകൊണ്ടാണ്. എന്താണ്, ഒരു ഡെമോക്രസിയിൽ ജനങ്ങളുടെ നികുതി പണം എടുത്താണ് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാകട്ടെ സംസ്ഥാനാവിഷ്കൃത പദ്ധതിയാകട്ടെ ഈ പദ്ധതികളൊക്കെ എടുത്ത് നടത്തുന്നത് ജനങ്ങളിൽ നിന്ന് ഊറ്റിയെടുക്കുന്ന നികുതി പണം കൊണ്ടാണ്. ഓക്സ്ഫാമിൻ്റെ അസമത്വ സർവേ ഒക്കെ പറയുന്നുണ്ട് ഇന്ത്യയിലെ GSTയുടെ 63% വരുന്നത് താഴെ തട്ടിലെ 50% ഉപഭോക്താക്കളിൽ ആണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള ഭാഗം മാത്രമേ ഉയർന്ന വരുമാനക്കാർ ചെലവഴിക്കുന്നുള്ളൂ. അപ്പോൾ ആരുടെ അടുത്തു നിന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റോ സംസ്ഥാന ഗവൺമെൻറ്റോ നടത്തുന്ന ജനസേവന പ്രവർത്തനങ്ങൾ, ഈ പറയപ്പെട്ട കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ നടപ്പിലാക്കുന്നത്? ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തന്നെയാണ്. നമ്മളവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. ഒരു പാവപ്പെട്ട വ്യക്തിയുടെ കയ്യിൽ 100 രൂപ കിട്ടിയാൽ 101 രൂപയും ഉപഭോഗത്തിന് വേണ്ടി അയാൾ ചെലവഴിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ കയ്യിൽ കിട്ടിയ മുഴുവൻ പൈസയിലും അയാൾ നികുതി അടയ്ക്കേണ്ടി വരും. അതേസമയത്ത് നമ്മൾ മുകേഷ് അംബാനിയെയോ അദാനിയെയോ ടാറ്റയെയോ അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ധനാഢ്യനെയോ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ എത്രയോ മൈനറായിട്ടുള്ള ഒരു ചെറിയ ഭാഗം മാത്രമാണ് അവർ ഉപഭോഗത്തിന് വേണ്ടി അതിൽ മാത്രമാണ് അവർ നികുതി കൊടുക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നികുതി കൊടുക്കുക? പിന്നെയുള്ള നികുതി കൊടുക്കലൊക്കെ സർക്കാരും കൂടെ ചേർന്ന്, പ്രത്യേകിച്ച് ഇപ്പോൾ മോദി ഗവൺമെൻറ്റും കൂടെ ചേർന്ന് നിന്നുള്ള ഒരു നികുതി വെട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ്? ഇലക്ടറൽ ബോണ്ടിൽ എത്ര കോടി കൊണ്ടുവന്ന് ഇട്ട് കൊടുത്താലും നികുതി കൊടുക്കണ്ട, അത് നികുതിയിൽ നിന്ന് ഒഴിവായി കിട്ടും. അപ്പോൾ അത് മാത്രവുമാണോ? അനോണിമസ് ആയിട്ടാണ്, ആരിട്ടു എന്നും പറയേണ്ടതില്ല. അങ്ങനെ കൈകോർക്കുകയാണ് നികുതി കൊടുക്കാൻ പരുവത്തിനുള്ള വലിയ കോർപ്പറേറ്റ് ബോഡികളുമായിട്ടുമൊക്കെ ഗവൺമെൻറ് കൈകോർക്കുന്നതിൻ്റെ ലക്ഷണമാണ് അനോണിമസ് ആയിട്ട് ഇലക്ടറൽ ബോണ്ടിൽ എന്തുമാത്രം വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള നിയമം തന്നെ. അതാണ് നമ്മൾ നോക്കേണ്ടത്. അങ്ങനെ ഏതെല്ലാം തരത്തിലാണ് ഡെമോക്രസിയെ കൊല ചെയ്തുകൊണ്ട് ഈ ധനികർക്ക് നികുതി കൊടുക്കാതിരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്. കേരളീയത്തിൽ തന്നെ നമ്മൾ കണ്ടതാണ് സ്പോൺസർഷിപ്പ്. ആരാണ് സ്പോൺസർഷിപ്പ് എടുക്കുക? അത് നമുക്കറിയാം. ഈ പറയപ്പെട്ട ഈ ഫെസ്റ്റിവൽ, എന്താണ് വിൽപ്പന മേളകളിലൊക്കെ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗ് ഏജൻസികളാണ്. അതായത് ഉൽപ്പാദകരും അവരോട് ചേർന്ന് നിൽക്കുന്ന വിൽപ്പനക്കാരും അടങ്ങിയ സംഘമാണ് ആ ലാഭമെല്ലാം കൊയ്യുന്നത്. അപ്പോൾ ആ ലാഭം കൊയ്യുന്ന അവരുടെ അടുത്ത് എന്നാണ് സ്പോൺസർഷിപ്പ് എടുക്കാൻ പറയുന്നത്. അവരെന്തായിരിക്കും ഒരു കണ്ടീഷൻ വയ്ക്കുക? നികുതി തരില്ല. ശരി, നികുതി ഞങ്ങൾ ചോദിച്ചു വരുന്നില്ല എന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണടച്ച്
ഒരു അണ്ടർഹാൻഡ് ഡീലാണ് അവിടെയൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഡെമോക്രസിയെ ചുതി ചെയ്തുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ എന്താണെങ്കിലും പാവപ്പെട്ടവരാണ് നികുതി കൊടുക്കുന്നത്. ആ പാവപ്പെട്ടവൻ്റെ, അതായത് ഒരു മിഡിൽ ക്ലാസ്സും ലോവർ മിഡിൽ ക്ലാസ്സും ദരിദ്രരും അവരാണ് നികുതി, അവരുടെ ഇൻകത്തിലെ ഏറ്റവും വലിയ വരുമാനത്തിൻ്റെ ഭാഗവും പിന്നെ സാധനങ്ങൾ വാങ്ങാൻ ചെലവഴിക്കുകയും നികുതി അതിൽ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പണം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്തിനാണ് കോ ബ്രാൻഡിംഗ് ഒക്കെ നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്താണെങ്കിലും അത് ഡെമോക്രസിയുടെ അപജയമായി മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അപ്പം നമുക്ക് തിരിച്ച് വീണ്ടും ഫിനാൻസ് കമ്മീഷനിലേക്ക് വന്നാൽ, അങ്ങനെ 14 ഫിനാൻസ് കമ്മീഷൻ 42% ജനങ്ങൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അതായത് സംസ്ഥാനങ്ങൾക്ക് ഡിവിസിബിൾ പൂളിലൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത്രയും കൊടുക്കാൻ ആഗ്രഹിച്ചില്ല. അതിനെ ഇടപെടാൻ ശ്രമിച്ചു, നടന്നില്ല. അതിൻ്റെ ഫലമായിട്ട് 133% വരെ സെസ്, സർചാർജ് ഇവയെല്ലാം കൂടി അടക്കി നമ്മൾ നേരത്തെ കണ്ടതുപോലെ 5,10,549 കോടിയാണ് 2022-23 വർഷം കിട്ടിയ ഈ പറയപ്പെട്ട 2 സെസ്സിൽ നിന്നും സർചാർജിൽ നിന്നും കൂടി സമാഹരിച്ച പണം. അപ്പം അങ്ങനെ പണം സമാഹരിച്ചു. ഇനി അത് കഴിഞ്ഞപ്പോഴാണ് ഈ 15th ഫിനാൻസ് കമ്മീഷൻ്റെ വരുന്നത്. 15th ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് NK സിംഗ് ആണ്. അദ്ദേഹം അതിൻ്റെ റിപ്പോർട്ട്, അതായത് എങ്ങനെയാണ് കമ്മീഷൻ നടപ്പാക്കുക എന്നുള്ള റിപ്പോർട്ടൊക്കെ 2017 പാർലമെൻറ്റിൽ വയ്ക്കുന്നത്. 2021, 22 മുതൽ 25, 26 വരെയാണ് ഇതിൻ്റെ പ്രവർത്തന കാലഘട്ടം. ഈ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ 15ാം ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പ്രവർത്തന കാലഘട്ടം. അപ്പോൾ ഈ 15ാം ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തന കാലഘട്ടത്തിലാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഞങ്ങളുടെ ധനപ്രതിസന്ധിക്ക് മുഴുവൻ കാരണം ഫിനാൻസ് കമ്മീഷനാണ്, കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്നൊക്കെ പ്രധാനമായിട്ടും വിമർശനം ഉന്നയിച്ചത്. എന്തുകൊണ്ടാണ്? 14ാം ധനകാര്യ കമ്മീഷൻ തീർപ്പനുസരിച്ച് നമുക്ക് ആ പൂളിൽ നിന്ന് കേരളത്തിന് കിട്ടിയത് 2.5% പക്ഷേ 15ാം ധനകാര്യ കമ്മീഷൻ NK സിംഗ് കമ്മീഷൻ 2020-21 മുതൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ നമുക്ക് ടാക്സ് പൂളിൽ നിന്ന് കിട്ടിയത് 1.9% കുറയുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ കുറഞ്ഞത്? അത് കുറയാനുണ്ടായ കാരണം അതിലെ നോംസിൽ 15th ഫിനാൻസ് കമ്മീഷനും 14th ഫിനാൻസ് കമ്മീഷനും തമ്മിൽ നോംസിൽ ചില അന്തരങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അന്തരം എന്ന് പറയുന്നത്? 14ാം ധനകാര്യ കമ്മീഷൻ വരെ എടുത്ത പോപ്പുലേഷൻ, ബേസ് പോപ്പുലേഷൻ 1971 പോപ്പുലേഷനായിരുന്നു. അന്ന് കേരളത്തിന് 3.83% പോപ്പുലേഷൻ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ. അതായത് 1971 പോപ്പുലേഷൻ കണക്ക് സെൻസസ് അനുസരിച്ച് കേരളത്തിൻ്റെ പോപ്പുലേഷൻ ഇന്ത്യൻ പോപ്പുലേഷൻ്റെ 3.83% ഈ 15ാം ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്തു? 2011 പോപ്പുലേഷനാണ് ബേസായിട്ട് എടുത്തത്. അപ്പോൾ അങ്ങനെ പോപ്പുലേഷൻ ബേസായിട്ട് എടുത്തപ്പോഴേക്കും നമ്മുടെ പോപ്പുലേഷൻ 2.62% കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷെയർ, ഫിസ്ക്കൽ ഡെവല്യൂഷനിൽ നമുക്ക് കിട്ടിയ ഷെയർ 2.5 നിന്ന് 1.93% കുറഞ്ഞു. അപ്പോൾ ഇത് പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പോപ്പുലേഷൻ വഴിയായിട്ട് 10% കുറയുമ്പോൾ മറ്റ് പോപ്പുലേഷൻ പോളിസി നടപ്പാക്കിയതിൻ്റെ പേരിൽ 12.5% നമുക്ക് കിട്ടുമെന്നും കൂടി ഓർക്കണം. അപ്പോൾ അവിടെ ഒരു നഷ്ടം ഉണ്ടായതുപോലെ തന്നെ ഒരു ഗെയിനും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വേറെ പല കാരണങ്ങൾ, ഫിസ്ക്കൽ എഫേർട്ട്, പിന്നെ അങ്ങനെ അതിൻ്റെ അത് ഫിനാൻസ് കമ്മീഷനിലെ മറ്റ് നോംസ് ഉണ്ട്. ആ നോംസൊക്കെ വെച്ച് നോക്കുമ്പോൾ ആകെപ്പാടെ സംസ്ഥാന ഗവൺമെൻറ്റിന് 0.57 കുറവ് വന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, അപ്പോൾ ഇതുകൊണ്ടാണ് ധനപ്രതിസന്ധി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ലെന്നാണ് നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റുക. എന്തുകൊണ്ടാണ്? കർണാടകത്തിന് 1.06 നഷ്ടമുണ്ടായി ഈ പറയപ്പെട്ട നോംസൊക്കെ വെച്ച്. അവർക്ക് ധനപ്രതിസന്ധി ഇല്ലല്ലോ. പിന്നെ തമിഴ്നാടിന് കുറവുണ്ടായി, ആന്ധ്രയ്ക്ക് കുറവുണ്ടായി, തെലുങ്ക് ദേശത്തിന് കുറവ്. ഇവർക്ക് ആർക്കും ധനപ്രതിസന്ധി ഇല്ല. കേരളത്തിൽ മാത്രമേ ധനപ്രതിസന്ധിയുള്ളൂ. എന്ന് വെച്ചാൽ കേരളത്തിലെ ധനകാര്യ മാനേജ്മെൻറ്റ് വളരെ ആശങ്കാജനകമായ രീതിയിൽ താഴ്ന്നു പോയിരിക്കുന്നു, കാര്യക്ഷമതയില്ലാതെയായിരിക്കുന്നു. അതുപോലെയാണ് ധനധൂർത്തും മറ്റെല്ലാ കാര്യങ്ങളും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കേന്ദ്രത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഈ 42% എന്ന് പിന്നെ YV റെഡ്ഡി ഫിക്സ് ചെയ്ത ആ നോമിൽ നിന്ന്
അത് കുറച്ചും കൂടി കുറച്ച് സംസ്ഥാനങ്ങൾക്ക് കൊടുത്താൽ മതി എന്ന ഒരു ആറ്റിറ്റ്യൂഡ് മോദി ഗവൺമെൻറ്റിനുണ്ടായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആശങ്കാജനകമായ, അതായത് നല്ല ഫെഡറൽ തത്വത്തിന് എഗൻസ്റ്റാണ് അത്തരം വികാരങ്ങൾ. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക, സംസ്ഥാനങ്ങളുടെ ധനവിനിമയം എങ്ങനെയാണെന്ന് ഒന്ന് മോണിറ്റർ ചെയ്യുക, അത് ശരിയല്ല എന്ന് കണ്ടാൽ ചില ഡയറക്ഷൻസ് ഒക്കെ കൊടുക്കുക, ചില കറക്ഷൻസ് ഒക്കെ കൊടുക്കുക. അതിനൊക്കെയുള്ള സാധ്യതകൾ കേന്ദ്ര ഗവൺമെൻറ്റിനും കേന്ദ്ര ധനവകുപ്പിനും ഒക്കെയുണ്ട്, ഫിനാൻസ് കമ്മീഷനും ഒക്കെയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മോണിറ്റർ ചെയ്ത് നേരെ നടത്താൻ നോക്കുന്നതിന് പകരം കുറച്ച് കൊടുക്കണം, അതായത് അവർക്ക് 42% കൊടുക്കേണ്ട, അതിനേക്കാൾ കുറച്ച് കൊടുക്കണം എന്നുള്ള ഒരു താത്വികമായിട്ട് മാറ്റം വരുത്താനുള്ള ശ്രമം അതൊരിക്കലും ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭൂഷണമല്ല. അങ്ങനെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്രം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ അനുകൂലിക്കാൻ സംസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ഫിസ്ക്കൽ സിറ്റുവേഷനെ പറ്റി കൃത്യമായിട്ട് അറിയാവുന്നവർക്കോ ഒരു കാരണവശാലും സാധിക്കുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്.